മാതാപിതാക്കൾക്ക് വേണ്ടി സ്വകാര്യതയിൽ ദുആ ചെയ്യലാണ്. വാപ്പിമ്മ അറിയാതെ ഓൽക്ക് വേണ്ടി ദോർക്കുക. അതിനിപ്പോൾ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും കാര്യം മാത്രമല്ല, ഏത് രണ്ടാൾക്കാരും പരസ്പരം ദുആ ചെയ്താൽ സ്നേഹം കൂടുന്നതാണ്. ഭാര്യ ഭർത്താവിന് വേണ്ടി സ്വകാര്യമായി ദുആ ചെയ്തു, സ്നേഹം കൂടും. ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി സ്വകാര്യമായി ദുആ ചെയ്തു. മുതലാളി തൻ്റെ കീഴിലുള്ള തൊഴിലാളികൾക്ക് വേണ്ടി തഹജ്ജുദ് കഴിഞ്ഞിട്ട് ദോരുന്നു. തൊഴിലാളി മുതലാളിക്ക് വേണ്ടി ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് ദോരുന്നു. ഇതിലൊക്കെ അങ്ങനെ തന്നെയാണ്, ഏതിലും അങ്ങനെ തന്നെയാണ്. പ്രധാനപ്പെട്ട പ്രധാനാധ്യാപകൻ സഹാധ്യാപകർക്ക് വേണ്ടി ഖത്തം ദുആന്റെ ശേഷം ഖത്മുൽ ഖുർആന്റെ ശേഷം ദോരുന്നു. ഇങ്ങനെ സ്വകാര്യതയിൽ ആർക്ക് ദോരുന്നാലും സ്നേഹബന്ധം ഉണ്ടാവും. പ്രസിഡന്റ് കമ്മിറ്റി അംഗങ്ങൾക്ക് വേണ്ടി സ്വകാര്യമായി ദുആ ചെയ്തു. സെക്രട്ടറി കമ്മിറ്റി അംഗങ്ങൾക്ക് വേണ്ടി സ്വകാര്യമായി ദുആ ചെയ്തു. മുത്തവല്ലി നാട്ടുകാർക്ക് വേണ്ടി സ്വകാര്യമായി ദുആ ചെയ്തു. നാട്ടുകാർ കമ്മിറ്റിക്കാർക്ക് വേണ്ടി സ്വകാര്യത്തിൽ ദുആ ചെയ്തു. പരസ്പരം പിണങ്ങിയ രണ്ടാളുകൾ ആരും അറിയാതെ സ്വകാര്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്തു. സ്വകാര്യമായുള്ള ദുആ സ്നേഹബന്ധം കൂട്ടും. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ സ്വകാര്യമായി ദുആ ചെയ്യണം. ഇതാണ് തിരിച്ചും വേണം കേട്ടോ. പക്ഷെ നമ്മളിപ്പോൾ പറയണത് ഇതായതുകൊണ്ട് അത് പറഞ്ഞു എന്നേ കാര്യമുള്ളൂ. ഉമ്മാൻ്റെയും മാപ്പാൻ്റെയും ദുആൻ്റെ അത്രേ മക്കൾക്ക് ഗുണം കിട്ടുന്ന വേറൊരു ദുആ അള്ളാൻ്റെ ദുനിയാവിലുണ്ടാവില്ല എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരി റളിയല്ലാഹു അൻഹു എന്ന മഹാനുഭാവന് ചെറുപ്പത്തിൽ കണ്ണിന് കാഴ്ച കുറവായിരുന്നുവെന്നും തൻ്റെ ഉമ്മ ദോരന്നിട്ട് കണ്ണിന് കാഴ്ച ഉണ്ടായിട്ട് 4000 ഉസ്താദുമാരെ നേരിൽ കണ്ട് ഇൽമു പഠിച്ചിട്ടുണ്ടെന്നുമാണ്.